ഹലോ മൈ ഗായ്സ്. ഇന്നലെ കാര്യങ്ങൾ വീഡിയോ ഇട്ടില്ല. ഡെയിലി വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. ബട്ട് ഇന്നലെയും കാര്യങ്ങൾ നമുക്ക് വീഡിയോ ഇടാനും പറയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മളും കാര്യങ്ങളൊരു വലിയ മാൻഷനിലേക്ക് വീട് മാറി കണ്ടു ഗൈസ്. ഇതാണ് നമ്മുടെ മാൻഷൻ. ഇവിടെ ഒരു അമ്പളിയും കാര്യങ്ങളും പറ്റിയുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇടാനായിട്ട് ഗ്യാരേജ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പണ്ടത്തെ വീട്ടിലേക്ക് തന്നെ മാറ്റിയുണ്ട്. ബിക്കോസ് ഈ വീട് വൃത്തിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടുത്തെ അമ്പളി എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അത് ഇവിടെ തന്നെ കണ്ടോ, ഇതായിരുന്നു ശരിക്കും ഫ്രണ്ടിൽ വരേണ്ട ഡോറ്. അവിടെ കാണുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മതിൽ അടി വേണം ഫ്രണ്ടിൽ, വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ. ഇതെനിക്ക് ശരിക്കും എത്തേണ്ട ഡോർ, ബട്ട് അവരതുകൊണ്ട് താഴെ വെച്ചു. ബാക്കിലത്തെ ഡോറ് കൊണ്ട് മുമ്പിലും വെച്ചു. വല്ലതും മനസ്സിലായോ? ഞാൻ പറയാം. ബാക്കിലത്തെ ഡോറ് ശരിക്കും വരേണ്ട ഞാൻ ഈ നിൽക്കണം, ഈ കാണിക്കുന്ന ഡോറിൻ്റെ അവിടെ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡോറായിരുന്നു. അവരതുകൊണ്ട് താഴെയും വെച്ചു, ഫ്രണ്ടിലത്തെ ഡോറ് ഇതുകൊണ്ട് മേളിലും വെച്ചു. അതാണ്. അപ്പം നമുക്ക് കൊണ്ട് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മേളിൽ മതിൽ ചാടിയിട്ട് വേണം പറയാം. മാൻഷൻ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അതാണ്. ഇവിടെ ഒരു റൂമുണ്ട്. എൻ്റെ റൂമും കാര്യങ്ങളും ഞാൻ കാണിക്കാം. ആ ഫസ്റ്റ് ഒരു റൂം കണ്ടില്ലേ, ദാറ്റ് ഈസ് മൈ റൂം. അപ്പം ഇതാണ് എൻ്റെ റൂം. അങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പം സീൻ റൂമൊക്കെ കാര്യങ്ങളും ആണ്. ഇതും കാര്യങ്ങളും 2 നിലയാണ്. ഇത് മാൻഷൻ നമ്മൾ പൈസ ഒന്നും നോക്കിയില്ല. ഇവിടെയെന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ ടി വി പൊട്ടുമ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ടി വി കടയൊക്കെ ഉണ്ട് നമ്മൾ മാൻഷനിലും കാര്യങ്ങൾ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ കയറി നോക്കുകയാണെങ്കിൽ ലൈഫ് കുറേ ആണെങ്കിൽ ഇവിടെ വന്നാലും മതി നമുക്കിങ്ങനെ ലൈഫ് കൂട്ടാൻ. ഇത് നമ്മുടെ കിച്ചണും കാര്യങ്ങളുമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഹാള് കാര്യങ്ങളും. അപ്പോൾ കഴിഞ്ഞു പോകും. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഈ പണ്ടത്തെ കാലത്തെ ഹോം തിയേറ്റർ കൂട്ടുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ ഇനിയും കുറേ പോകാനുണ്ട് ഗായ്സ്, ഇവിടെ ഒന്നുമില്ല. ഇതും കാര്യങ്ങളും നമ്മുടെ ലൈബ്രറി കൂട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഗായ്സ്, ഇവിടേക്ക് ഇങ്ങനെ ഒരു കുറേ സാധനങ്ങളുണ്ട് ഗായ്സ് ഒരു സ്ഥലത്ത് തന്നെ. അപ്പം ഇതും കാര്യങ്ങളും ഈ CD ഒക്കെ വാങ്ങിക്കണ ചിലവാണ്. പിന്നെ ഇനിയും ഉണ്ട് ഗൈസ്, കുറേ കാര്യങ്ങൾ പോകാനുണ്ട്. ഇതൊരു വലിയ ബിഗ് മാൻഷൻ. ഇതൊരു സെറ്റപ്പ് കണ്ടല്ലോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഏതൊരു വീട്ടിലുണ്ട് സെയിം സെറ്റപ്പ്. അപ്പോൾ ഞാൻ അത് തന്നെ വേണം നമുക്ക് ഫ്രാങ്ക്ലിന് കടത്തി വിട്ടിയാണ്. ഇതേ ഗൈസ് അവർ ജിമ്മ്. ഇത് വർക്കൊക്കെ ആവും കേട്ടോ. നമ്മൾ രാവിലെ ഇങ്ങനെ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയാൽ ഞാൻ പറഞ്ഞ ബാക്കിലത്തെ ഡോറെത്തും. നേരെ പോവുകയാണെങ്കിലും കാര്യങ്ങളും. അപ്പോൾ ഇതൊരു ബിഗ് മാൻഷനാണ്. ബിഗ് മാൻഷനും കാര്യങ്ങളും. അതായത് എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ഇത്രയും ബിഗ് ഞാൻ പറഞ്ഞ TV ഷോപ്പ് എങ്ങനെയുണ്ട്, പൊളിയല്ലേ? പിന്നെ എനിക്കൊരാൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ പണിതെന്ന് പറഞ്ഞത്. പൈസ ഒന്നും നോക്കാറില്ല ഞാൻ. പൈസ കയ്യിരുന്ന വെറുതെ പോകുന്നു. നിങ്ങൾക്കറിയാലോ, എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എന്തിനാണ് വെറുതെ കയ്യിൽ പൈസ ഇരിക്കുന്നത്? എന്തിനാ വെറുതെ കളയാനല്ലേ ഗൈസ്. ഇത് നമുക്കിങ്ങനെ ഗെയിം കളിക്കാനായിട്ട് ഇത് നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. പ്ലേ ഞെക്കണം ഗൈസ്. പ്ലേ ഞെക്കിയല്ലോ ഞാൻ. എന്താ ആവാത്തേ? ഹൈ സ്കോറോ പ്ലേ കളിക്കുമോ? ഗൈസ് സെറ്റ്. ഇതെങ്ങനെ കളിക്കണ്ടേ? അത് നശിപ്പിക്കണം. നശിപ്പിച്ച് കറുത്ത പൂള് നശിപ്പിക്കണം. മതി ഗൈസ്. അപ്പം ഇവിടെ കിച്ചണും കാര്യങ്ങളും ആണ്. നമുക്ക് സോഫയൊക്കെ ഉണ്ട് ഇരിക്കാനാണെങ്കിലും കാര്യങ്ങളും. നമുക്ക് സോഫയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് റൂമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു മാൻഷൻ വാങ്ങിച്ചതെന്ന് പറയണത് വേണമെങ്കിൽ ഒരു 3.5 മില്യണും കാര്യങ്ങളും നമ്മൾ കൊടുത്തു. പൈസ നമുക്കൊരു കാര്യമല്ല, നിങ്ങൾക്കറിയാലോ. പൈസ നമുക്കൊരു കാര്യമില്ല. നമ്മളൊന്ന് കുളിച്ച് മാറ്റി റെഡിയായി. മുൾഹോളണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും കാര്യങ്ങളാണ്. ഭയങ്കര ഇടിയും മഴയുമാണ് ഇവിടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് പഴയ വീട്ടിലും കാര്യങ്ങളും പോയി നമ്മുടെ വണ്ടി എടുക്കണം.
ബെസ്റ്റ് ടൈമിലാണ് ഗൈസ് എനിക്ക് ആണെങ്കിൽ വീഡിയോ ഇടാൻ തോന്നുന്നത്. അത് ശരി, സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് അപ്പുറത്ത് പോയി. അത് ഒരു അടിപൊളി ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് ഇതെന്തെങ്കിലും ഒരു അടിപൊളി മാൻഷനും കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര പൈസ ആണെങ്കിലും കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം ഗൈസ്. അപ്പോൾ പൈസ ഒന്നും നമ്മൾ നോക്കില്ല, പൈസ കൊടുത്ത് കവർ വരട്ടുന്നതായിരുന്നു ആദ്യത്തെ ടോപ്പ്. ഇവിടെ അങ്ങനെയാണ്. ഗ്യാരേജും കാര്യങ്ങളും പഴയ വീട്ടിലാണ്. പഴയ വീട്ടിൽ കുറേ റൂംസ് ഉണ്ടായി, അതൊക്കെ പൂട്ടിയിട്ടേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കീയും കാര്യങ്ങളും കിട്ടി നമ്മളതൊക്കെ തുറന്നായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് പോവാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു വണ്ടിയും കാര്യങ്ങളും എടുത്ത് വീട്ടിലേക്കും കാര്യങ്ങളും പോകും. നമ്മൾ പൈസക്കാരനാണ് ഗൈസ്, ഡെഫിനറ്റ്ലി. അതൊരു BMW അല്ലേ ഇത്? പിന്നെ ഇന്നും കാര്യങ്ങളും നമ്മൾ പോകുന്നത് നമ്മുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കും കാര്യങ്ങളും പോകാനാണ്. പിന്നെ ഇന്നും നല്ല സന്തോഷമുള്ള ദിവസമാണ്, ബിക്കോസ് വീടെടുത്തു നമ്മൾ ചില്ലടിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കും പോവാണ്. നമുക്ക് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് പോയാലോ? ആ ചെറുക്കിന് സൈക്കിൾ വേണ്ടാന്ന്. മോനെ വേണോടാ? വേണ്ടല്ലടാ മോനെ. ചെറുക്കിന് സൈക്കിൾ വേണ്ട ഗൈസ്, നമ്മൾ അത് ശരി. നീ എന്നെ അടിച്ചിടാറായോടെ? പക്ഷെ ഇടയ്ക്ക് വെച്ച് മറ്റേ പീറ്റർ ഗ്രിഫിൻ്റെ ആയിപ്പോയി സൗണ്ട്. നീ സൂപ്പറാടാ. ആ ചെറുക്കിന് അവിടെ എന്തോ കാണിക്കണേ. സൈക്കിൾ വെച്ചിടിച്ചാൽ പ്രശ്നമില്ല. ഓക്കെ, സൈക്കിൾ ചെറുതായിട്ടൊന്ന് പിങ്കായിപ്പോയി, അതിന് മാറ്റാൻ പറ്റില്ലേ? അല്ല, പിങ്ക് എന്താ പ്രശ്നം? എൻ്റെ കൂട്ടുകാരൻ പറയാം പിങ്ക് പെണ്ണുങ്ങളുടെ കളറാ. ഞാനും ഇടയ്ക്ക് കളിക്കാറുണ്ട്. പിങ്ക് പെണ്ണുങ്ങളുടെ കളറാ, ആ വണ്ടി എടുക്കാൻ പറ്റൂല. ഇവനെയൊക്കെ വേണം ഗൈസ് പറയാൻ. ഞങ്ങൾ സൈക്കിളുമായിട്ടാണ് വൈബ് അടിക്കാൻ പോകുന്നത്. സീതലാണ് ചില്ലയുടെ മൗണ്ടൈനിൽ പോകണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് ചില്ലയുടെ മൗണ്ടൈനിൽ നമ്മൾ പോകുന്നത് കാര്യങ്ങൾ. പിന്നെ ഗൈസ് വേറെ കുറേ വീട്ടിൽ നമ്മൾ തപ്പിപ്പോയായിരുന്നു. വേറെ ഞാൻ കാണിച്ചത് സിറ്റിയിലാണ്. ഇത് ഒരു ഫുൾ മാപ്പിൽ ഇവിടെ കണ്ടോ ഞാൻ കാണിച്ചത്. ഈ ഒരു സിറ്റി കണ്ടിട്ട് ഏതോ വലിയ വിജനമ്പിച്ച സിറ്റിയാണെന്നൊക്കെ തോന്നുന്നു. കാര്യം അവിടുത്തെ ബിൽഡിങ്ങൊക്കെ വിജനമ്പിച്ച ബിൽഡിങ്ങാണ്. ഗൈസ്, അപ്പം ആ ഒരു സ്ഥലത്ത് ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ് വിട്ട് പെട്ടിക്കൊണ്ട് വിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മൾ പോണത് ഇത് ഇവിടെ ആയിട്ടാണ്. ഇവിടെ മറ്റേ GTA5-ലുള്ളൊരു ബീച്ചും കാര്യങ്ങളുണ്ട്. അവിടെ ഞാനൊരു വീട് തപ്പിപ്പോയായിരുന്നു. അത് നമ്മൾ ഈ പറഞ്ഞ പെട്ടിക്കൊണ്ട് വിട്ടുള്ള വീടാണ്. അവിടെയുണ്ട് നമുക്കൊരു വീട്. മാപ്പിൽ കണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഗൈസ്, I definitely love this game. ഗൈസ്, ഇക്കാക്ക വാങ്ങിച്ച് തന്നെയാണിത്. പിന്നെ നമ്മൾ ആർമി ബേസിൽ കയറിയിരുന്നു. അവിടെ ഗൈസ് ഒരു വണ്ടി പുതിയത് വന്നിട്ടുണ്ട്. അത് നമുക്ക് നാളെ റോബ് ചെയ്യാൻ പോകും. ഒരു പുതിയ വണ്ടിയും കാര്യങ്ങളും. ഫ്രണ്ടിലെല്ലാം പൊക്കണേ. ഗൈസ്, ഫ്രണ്ട് പൊക്കി ഓടിച്ചു. ഗൈസ്, ആ കൊച്ചിന് ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാണോ ആ കൊച്ചു അങ്ങനെയൊക്കെ ചെയ്തത്? എന്താണ് ഗൈസ്? എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ GTA കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. കണ്ടോ ഗൈസ്, ബീച്ച് ചെയ്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ. ഇതല്ല സത്യം പറഞ്ഞാൽ ശരിക്കുള്ള സ്ഥലം. ഇതേ ഗൈസ്, നമ്മൾ നമ്മുടെ ബീച്ചിലും കാര്യങ്ങളും എത്തി കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിക്കാൻ പറ്റി. ഈ ഗൈസ്, നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളുണ്ട്. നമുക്കും ഉണ്ടടാ വീട്ടിലൊരു ഹെലികോപ്റ്റർ. നിങ്ങളത് കണ്ടാലൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ബോട്ട് ഓടിക്കണം. ഐ വാണ്ട് ടു ഡ്രൈവ് എ ബോട്ട്. വാട്ട് വിൽ ഐ ഡു? ഈ ബോട്ട് ഓടിക്കണം. ഞാൻ എന്നാ ചെയ്യും? ആണോ? വെയിറ്റ് മിനിറ്റ്. നമ്മളെ ബീച്ചിന് മേളിൽ കുറേ റൈഡൊക്കെ ഇല്ലേ, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ വഴിയല്ല, നമ്മൾ വേറെ വഴി വേണം പോകാൻ. അതൊന്ന് പറയാൻ അവിടെ കണ്ടു. അവിടെ വലിയ ബീച്ച് കണ്ടു. അല്ല, അതിൻ്റെ പേരെന്തായിരുന്നു? എല്ലാവർക്കും അറിയാം.
ഓക്കെ ഗായ്സ്, പിന്നെ പുവർ ടു റിച്ച് ജോണി നമ്മൾ ചെയ്യണതായിരിക്കും. എന്താണ് ഗൈസ് ഇങ്ങനെ തിരിയാത്ത? ഓ ഗൈസ് ഗൈസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. റെക്കോർഡിങ്ങിന് എന്തോ പ്രശ്നം ഒന്നും തോന്നുന്നു ഗൈസ്, എന്നാന്നറിയില്ല ഗൈസ്. എല്ലാം കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണേ. ചാടിക്കോ. അയ്യോ അയ്യോ ഗൈസ്, പിന്നെ കഴിയുമ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇതായിരിക്കും. നിങ്ങൾ അതിനനുസരിച്ചുള്ള ഇതാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്നും ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാതെ പോകരുത്. അതായത് നമ്മൾ സ്ഥലത്തും കാര്യങ്ങളും എത്തിയിട്ടോ അവിടെയും കാര്യങ്ങളും കുറേ സ്റ്റണ്ട് എടുത്ത് നമ്മൾ അവിടം വരെ പോകും. പൈസ കിട്ടിയാൽ ഓ ഗൈസ് നമ്മുടെ സാബു മോനെ നിന്നെ കാണാതെ ഒരു എത്ര ദിവസമായിടാ. അതേ ഗൈസ് നമ്മുടെ ചെറുക്കനും കാര്യങ്ങളും നിൽക്കുന്നു. ഇതെന്ത് കടയാ? ഇവിടെ എന്താ ആളില്ലേ? I want to drive a boat. I am going to water. ഞാൻ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി ഗൈസ്, ബിക്കോസ് എനിക്ക് ബോട്ട് ഓടിക്കണം. ഇത് വേറെ ബോട്ടില്ലേ? ഉണ്ടാവേണ്ട ആണല്ലോ സാധാരണ. ഗായ്സ് we are inside the boat ഗായ്സ്. ഓടാ മോനെ, ഇതിന് എൻ്റെ ബോട്ടാടാ. ഇവിടെ നല്ല സൂപ്പർ മഴയും കാര്യങ്ങളുമാണ്. ആൻഡ് ഗൈസ് മുല്ലപ്പെരിയാർ ലാഫിങ് ഇൻ ദ കോർണർ. ഗൈസ് ബോട്ടിനകത്ത് സ്പീഡൊന്നും ഇല്ല ഗൈസ്. ഇനി ഇവിടുന്ന് നമ്മൾ വണ്ടി പിടിച്ചാണ് പോകുന്നത്. ഓ ഗൈസ് ഞാൻ വിചാരിച്ചു ബോട്ട് കരയിൽ കൂടി വരുന്നു. ബോട്ടിനും കാര്യങ്ങളും ഇറങ്ങി നമുക്കൊരു യാച്ച് വാങ്ങിക്കണം. എന്നാൽ പൈസ ഒന്നും അത്രയ്ക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. നമുക്ക് ഒരു യാച്ചൊക്കെ കാണിക്കണം. അപ്പം നമ്മളിപ്പോൾ മില്യണറായി, വലിയ വീടും കാര്യങ്ങളുണ്ട്. എത്രയൊക്കെ പൈസക്കാരനായെന്ന് പറഞ്ഞാലും ഇതാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലം ഫുള്ള് ഇരുട്ടാണ്. ബിക്കോസ് മഴ സെയിം മഴയാണ് ഗൈസ്. നിങ്ങളവിടെ മഴയുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ടൈമിൽ മഴയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റില്ലടിക്കുന്ന സ്ഥലത്ത് നാളെ കാര്യങ്ങളും പോകാനാണ്. ഇത് ലോങ് വീഡിയോ ആവാൻ പാടില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഇട്ട് വൈൻഡപ്പും കാര്യങ്ങളും ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് റെയിനിങ്. നല്ല മിന്നലൊടിച്ച ഞാൻ നിന്ന് കത്തും ഗൈസ്. നമ്മുടെയും കാര്യങ്ങൾ വീഡിയോ ഇത്രയും കാര്യങ്ങളും ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം പീസ് ഗൈസ്, പീസ്.